ഹലോ ഗായ്സ്, ഹാപ്പി സൺഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ സൺഡേ എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എൻ്റെ എല്ലാ തിരക്കുകളും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഇന്ന് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇന്നെനിക്ക് സെൽഫ് കെയർ ഡേ ആണ്. അങ്ങനെ ഒരു ഡേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം, അതിനു വേണ്ടി സമയവും മാറ്റി വെക്കണം. നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആര് ശ്രദ്ധിക്കാനല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിന് കുറച്ച് ലവ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബെയർ അനാറ്റമിയുടെ റോസ്മെരി ആൻഡ് റൈസ് വാട്ടർ ഹെയർ സ്പ്രേ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു കൂളിംഗ് സെൻസേഷൻ തരും. അതുപോലെ തന്നെ ഇച്ചിനെസ് തടയും. അത് സ്കാൽപ്പിന് ഡ്രൈ ആക്കുന്ന ഇഷ്യൂസും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും കുറേ ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഹെർബാണ് റോസ്മെരി. റൈസ് വാട്ടർ അറിയാമല്ലോ ഓൾറെഡി. ഈ കൊറിയൻ സ്കിൻ കെയറിലും ജാപ്പനീസ് സ്കിൻ കെയറിലും എല്ലാം ഈ റൈസ് വാട്ടർ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയി തീർന്നിരിക്കുന്നു. അങ്ങനെ എൻ്റെ റോസ്മെരി പ്രയോഗം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചെയ്യുന്നത് ബെയർ അനാറ്റമിയുടെ തന്നെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് നമ്മുടെ ഫ്രിസിനെസ്സും അതുപോലെ തന്നെ ഡ്രൈനെസ്സും പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സ്മൂത്തിങ് ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ വെറ്റതിന് ശേഷം ഈ ഹെയർ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഈ ഹെയറിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഹെയർ വെറ്റാക്കി കൊടുത്തത്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു പ്രൊഫഷണൽ സലൂണിൽ നിന്ന് ഒരു ഹെയർ സ്പാ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതേ മണമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ മുടി ഓരോരോ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ എൻ്റെ ഹെയറിലേക്ക് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണം. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഹെയർ മാസ്ക്. നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം കാണുമ്പോൾ മനസ്സിലാവും എന്ത് ക്രീമിയാണ്. അതുപോലെ തന്നെ ഈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പം അതെന്ത് പെട്ടെന്നാണ് അത് ഡിസോൾവ് ആയി ഹെയറിലേക്ക് അലിഞ്ഞു ചേരുന്നത്. മുടിക്ക് നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ ചേഞ്ച് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ റിസൾട്ടിനായി അടുത്ത വീഡിയോ കാണുക. ബൈ.